ഷിഹാബ്, ടാസ്ക് കണ്ടു. അതിൽ മോട്ടിവേഷൻ ക്ലാസ് അവിടെ മാത്രമല്ല, ശരിക്കും പ്രേക്ഷകർക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജഡ്ജസിനെ മുൻനിർത്തിയിട്ട് അത് ശരിയാവില്ല. ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. മുഹമ്മദ് ഹനീഷ് സർ. ഷിഹാബ്, അവിടെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ശാരീരികമായിട്ടും മാനസികമായിട്ടും വെല്ലുവിളികൾ നേരിടുന്ന വ്യത്യസ്തമായ കഴിവുകളുണ്ടെന്ന് ഇന്ന് ലോകം അംഗീകരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അതുപോലെ അവരുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നൽകുന്ന സന്ദേശത്തിൻ്റെ ശക്തി ഞാൻ തിരിച്ചറിഞ്ഞു. അത് അസാധാരണമായ ഒരു ഉള്ളിൽ നിന്ന് വരുന്നൊരു ശക്തിയാണ്. അത് സാധാരണ ഒരു മനുഷ്യന് അനുഭവത്തിൻ്റെ തീക്ഷ്ണതയില്ലാത്ത മനുഷ്യർക്ക് അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. ഷിഹാബ് സ്വന്തം ജീവിതത്തിലൂടെ മാതൃക കാണിച്ചു എന്ന് മാത്രമല്ല, സ്വന്തം മാതൃക പകർത്തുവാൻ മറ്റുള്ളവരെ ഉത്ബോധിപ്പിക്കുക കൂടി ചെയ്യുന്നു. തീർച്ചയായിട്ടും ഷിഹാബ് പഞ്ചായത്ത് തലത്തിൽ നാട്ടിൽ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ കുറേ കൂടി ഉയർന്ന തലത്തിലേക്ക്, സംസ്ഥാനത്തിന് തന്നെ വളരെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന തരത്തിലേക്ക് എത്തിക്കുവാൻ ഭരണകൂടത്തിന് സാധിക്കട്ടെ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. മധുപാൽ സർ. ഷിയാബ്, ഈ നമുക്ക് ഏറ്റവും വലിയ കാര്യം തരാം, ഒരാളോടൊരു വാക്ക് പറയുമ്പോഴാണ് അല്ലേ? ഒരു വാക്ക് അത് പറയുന്നത് മനസ്സിൽ നിന്നായിരിക്കും അല്ലേ? അത് സത്യമായിരിക്കും. അപ്പം സത്യമായ വാക്ക് പറയാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ് ഷിഹാബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒന്നുമില്ല, ഇത് ഞാൻ ഏതൊരാളെ പോലെയുമാണ് എന്ന് ഒരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ അയാൾക്ക് ഉറച്ച മനസ്സുണ്ടാവണം. അങ്ങനൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഈശ്വരനെ കണ്ടു എന്ന് പറയുന്നത് ഈശ്വരനെ കണ്ട ആൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലേ? ഈശ്വരനെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഈശ്വരനെ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പം ഷിഹാബ് ഈശ്വരനെ കൊണ്ട് നടന്ന് ഈശ്വരൻ ഒപ്പമുണ്ട്, എനിക്ക് കിട്ടിയ ഞാൻ കണ്ട ഈശ്വരനെ ഇതാ നിങ്ങളൂടെ കാണൂ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, ആ വാക്കാണ് ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത്. ആ കുഞ്ഞുങ്ങൾക്കല്ല, കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാർക്കാണ് കിട്ടുന്നത്. അവരത് മനസ്സിലാക്കും, അവരവരുടെ സങ്കടം മാറ്റും. ഈ സങ്കടം മാറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ? അങ്ങനെ ലോകത്തിൻ്റെ മുഴുവൻ സങ്കടം മാറ്റാനായിട്ട് കുറച്ച് പേരെ വന്നിട്ടുള്ളൂ, അതിലൊരാളായി മാറുക. സർ, ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടുന്ന് ഒരു കുട്ടിയുടെ അമ്മ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഷിഹാബ് ഈ ലോകത്തെ കൈപിടിച്ച് നടത്തണം, നന്മയിലേക്കും സമാധാനത്തിലേക്കും കൈപിടിച്ച് നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമായിരുന്നു. എനിക്ക് തന്നെ നടക്കാൻ കഴിയില്ല, പിന്നെ അങ്ങനെ ഈ ലോകത്തെ കൈപിടിച്ച് നടത്തുന്നത്. സത്യത്തിൽ ഒരു പെണ്ണ് പോലും ശരിക്കും പിടിക്കാൻ കഴിയില്ല. അന്നേരം എന്നോട് ഈ ലോകത്തെ പിടിച്ച് നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം എനിക്ക് ചിരിയാണ് വന്നത്. പക്ഷേ ഇപ്പോൾ 400-500 കുട്ടികൾക്ക് 4 മണിക്കൂറൊക്കെ കണ്ടിന്യൂ ആയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ആ കുട്ടികളൊക്കെ എന്നെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ലോകത്തെ എന്നിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരാനും അവരെ കൈപിടിച്ച് നടത്താനും കഴിയുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, മനസ്സുണ്ട്. ആ മനസ്സ് നമ്മൾ വിശാലമായി തുറന്നെടുക്കുക. ആ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കടന്നെത്തുകയും ചെയ്തു. തുറന്ന മനസ്സിലേക്ക് മായിട്ട് ജീവിക്കാൻ മുന്നോട്ട് പോവുക. ലോകം നമ്മളോടൊപ്പം വരും. താങ്ക് യു സർ. അരുന്ധതി ടീച്ചർ. ഷിഹാബിനെ ഇങ്ങനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തത് ആരാണ്? അച്ഛനമ്മമാർ മാത്രമാണോ, അല്ല വേറെ ആരെങ്കിലും അങ്ങനെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? നല്ല ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മോട്ടിവേഷൻ അത് കിട്ടാൻ അച്ഛനമ്മമാർ മാത്രമാണോ? മാം, ഞാൻ ആദ്യമൊക്കെ TV കാണുന്ന സമയത്തൊക്കെ ഞാൻ പല ചാനലും ഇങ്ങനെ മാറ്റി നോക്കുമായിരുന്നു, എന്നെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ എത്ര ചാനൽ മാറ്റി നോക്കിയാലും എന്നെ പോലെ ഞാൻ തന്നെ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് ഐ എം നോട്ട് സുപ്പീരിയർ, ഐ എം നോട്ട് ഇൻഫീരിയർ, ഐ എം നോട്ട് ഈക്വൽ, ബട്ട് ഐ എം എ ഡിഫറെൻറ്റ് പേഴ്സൺ. വെരി ഗുഡ്. അപ്പോൾ പിന്നെ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ചിന്ത വന്ന് പിന്നെ ചെയ്യാൻ. എനിക്ക് ഈ ടാസ്ക് കണ്ടിട്ട് വേറൊന്നും കൂടെ തോന്നി. ഇപ്പോൾ ആരോഗ്യമുള്ള ഒരാളാണ് ഇങ്ങനത്തെ ഒരു ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു വലിയ അർത്ഥമില്ല, അല്ലെങ്കിൽ ആർക്കും അത്ര വിശ്വാസം ഉണ്ടാവില്ല എന്ന് തോന്നും. നേരെ മറിച്ച് ഇങ്ങനെയുള്ള ഒരാൾ ഈ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും അത് തെളിവാണ്, നമ്മുടെ നേരെ കാണുന്ന ഒരു മാതൃകയും ഒരു തെളിവാണ്. അപ്പോൾ ബാക്കിയുള്ള ഒരു ഹെൽത്തി പേഴ്സൺ എടുക്കുന്നതിനേക്കാളും ഭയങ്കര ശക്തിയാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനേക്കാളും വലിയൊരു സാമൂഹ്യ സേവനം വേറെ ഇല്ല തന്നെ, തീർച്ചയായിട്ടും. താങ്ക് യു മാം. ഷിഹാബ്, എനിക്കും ഒരുപാട് സന്തോഷമായി, ഷിഹാബിനും സന്തോഷമായി. ഷിഹാബ് എപ്പോഴും സന്തോഷവാൻ തന്നെയാണ്. ഓക്കെ, നമുക്കിനി മാർക്സ് അറിയാം. എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ജഡ്ജസിൻ്റെ കമൻസ് കേട്ടിട്ട് ഭയങ്കര ഹാപ്പിയാണ്. മുഹമ്മദ് ഹനീഷ്. ഷിഹാബ്, ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. എന്നാൽ തന്നെയും ഷിഹാബിൻ്റെ ഈ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ടാസ്ക്
നടപ്പിലാക്കിയ ആ ഒരു സ്കില്ലുണ്ടല്ലോ, അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആകെയുള്ള 40-ൽ 35 മാർക്ക് നൽകുന്നു. താങ്ക് യു സർ. മധുപാൽ സർ? 40-ൽ 36 മാർക്ക്. താങ്ക് യു സർ. അരുന്ധതി ടീച്ചർ? 20-ൽ 17. താങ്ക് യു സർ. ഗ്രേറ്റ്. ഭയങ്കര സന്തോഷം. ടോട്ടൽ 88 മാർക്സ്. താങ്ക് യു. എന്താ ഇപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഇനി അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്കിനും ആ 12 മാർക്കും കൂടി വാങ്ങണം. നല്ലൊരു മോട്ടിവേറ്റർ മാത്രമല്ല, നല്ല കാൽക്കുലേഷനും ഉള്ള ആളാണ്. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് എല്ലാവർക്കും മാതൃകയാകാൻ ആഗ്രഹിക്കുന്ന ഷിഹാബിൻ്റെ വളരെ ഫലവത്തായ ഒരു ടാസ്ക്കാണ് നമ്മൾ കണ്ടത്. വളരെ ഫലവത്തായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും അതിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട്. ഷിഹാബിൽ നിന്ന് കണ്ടു മനസ്സിലാക്കാൻ, കേട്ട് മനസ്സിലാക്കാൻ ഒരുപാടുണ്ട്. അതിൽ കുറച്ച് മാത്രമാണ് ഈ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ഓരോ മത്സരാർത്ഥിയും നമുക്ക് ഓരോ പാഠങ്ങളാണ്. അതിനിടയിൽ ഒരു ചെറിയ ഇടവേള. സുരാജ്, ഏത് രീതിയിലാണ് സുരാജ് ജനങ്ങളെ സേവിക്കാൻ ആലോചിക്കുന്നത്? തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രക്ഷിതാക്കളെ കണ്ടെത്തിയിട്ട് അവർക്ക് മാത്രമാണ് മെൻ്റലി ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളെ നൽകുക.